ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി എന്താണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കാൻ കിട്ടിയ സമയമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇതോടെ ഇന്ത്യയുടെ ആയുധപുരയുടെ കരുത്ത് മറ്റു രാജ്യങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇപ്പോൾ 300 കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്ന പാകിസ്ഥാന്റെ നിരീക്ഷണ വിമാനം ഇന്ത്യയുടെ റഡാർ കണ്ണുകളിൽ നിഷ്പ്രയാസം അകപ്പെടുകയും അത് തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കുകയും ചെയ്തു എന്നത് ഇന്ത്യക്ക് അഭിമാനിക്കാൻ കിട്ടിയ ഒരു അവസരം കൂടിയാണ്, ഒരു നിമിഷമാണ്. എന്നാൽ നിരീക്ഷണ വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടത് പാകിസ്ഥാന് വലിയ മാനസിക ആഘാതം സൃഷ്ടിച്ചു എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ പരാമർശം ഇന്ത്യയുടെ അത്ഭുതപൂർവമായ വ്യോമ മേധാവിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നത് തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇത് പാകിസ്ഥാന് വലിയ മാനസിക പ്രഹരം ഏൽപ്പിച്ചതായും സൈനിക ഉദ്യോഗസ്ഥനാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടിക്കിടയിലായിരുന്നു അമർപ്രീത് സിംഗ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ വ്യോമ ആക്രമണമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. 300 കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരത്ത് നിന്നുകൊണ്ട് തന്നെ കരയിൽ നിന്നുള്ള ഒരു മിസൈൽ അത്തരം ഒരു വസ്തുവിനെ വീഴ്ത്തുമെന്നതിനെ കുറിച്ചുള്ള പൊതുജനങ്ങൾ ലഭ്യമായ വിവരങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് പ്രാധാന്യം അർഹിക്കുന്നു എന്നതായിരുന്നു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയതും. 300 കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരത്ത് നിന്ന് കരയിൽ നിന്നുള്ള ഒരു മിസൈൽ അത്തരം ഒരു വസ്തുവിനെ വീഴ്ത്തും എന്നതിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരം ഇല്ലാത്തതിനാൽ ഇത് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നതാണ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതും. ആ ആക്രമണം പാക് സേനയ്ക്ക് മാനസികമായും തന്ത്രപരമായും ഒക്കെ വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത്. ഇത് പാകിസ്ഥാനെ മറികടക്കാൻ, അതായത് ഇത്തരം ഒരു വിഷയം പാകിസ്ഥാന് മറികടക്കാൻ പ്രയാസമായിരുന്നുവെന്നും മറ്റൊരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. പാകിസ്ഥാന്റെ എല്ലാ കോണുകളിലും ഇന്ത്യക്ക് വ്യോമാക്രമണം നടത്താൻ സാധിക്കുമെന്നും ഈ വ്യോമാക്രമണത്തിലൂടെ തന്നെ തെളിയിച്ചു എന്നതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യൻ വ്യോമ ആധിപത്യം ശക്തിപ്പെടുത്താൻ സഹായിച്ചു എന്നതാണ് റിപ്പോർട്ടുകളിലൂടെ തന്നെ സൂചകമാകുന്നതും. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ആകാശത്ത് വെച്ച് തന്നെ 6 പാക് യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മാരകമായ ആക്രമണ ശേഷിയുള്ള 10 വലിയ ഡ്രോണുകളും വ്യോമസേന നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അമേരിക്കൻ നിർമ്മിത പാക് ചരക്കു വിമാനവും വ്യോമ നിരീക്ഷണ വിമാനവും തകർത്തതായും റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നുണ്ട്. ആക്രമിച്ചതായി ഇന്ത്യ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. അതെല്ലാം തന്നെ പാകിസ്ഥാന്റെ രേഖകളിൽ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ, അതായത് സിന്ധ്, ഹൈദരാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിലാണ് വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വ്യോമസേനയും കരസേനയും ആക്രമിച്ച സ്ഥലങ്ങളുടെ ചിത്രങ്ങളടക്കം, അല്ലെങ്കിൽ ആ വിവരങ്ങളടക്കം പുറത്തുവിടുകയും ചെയ്തു. പാകിസ്ഥാനിലെ വ്യോമ താവളങ്ങൾ ആക്രമിക്കുന്നതുമായി ബ്രഹ്മോസ് അടക്കം പ്രയോഗിച്ചതായും ഇന്ത്യ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യ പുറത്തുവിട്ട സ്ഥലങ്ങളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പാക് രേഖകളിൽ ഉള്ളതെന്നാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.